സാറേ എനിക്കിടില്ലേ മണി മണി എത്രയെന്ന് അറിയൂ? എത്രയായി മണി? മണി 8 ഞായറാഴ്ച അല്ലേ ഇന്ന്? അതാണ് ഞാൻ ചോദിക്കണേ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നേരത്തെ എണീക്കണാണല്ലോ സാധാരണ. വണ്ടി കഴുകും, ഗാഡ ശരിയാക്കും, പത്രം വായന കഴിഞ്ഞ് 8 മണിക്ക് ചായ കുടിക്കാൻ അവിടെ വന്നിരിക്കണാണല്ലോ സാധാരണ. എന്തോ ഇന്ന് വല്ലാത്ത ക്ഷീണം. ക്ഷീണോ? അതെത്ര ക്ഷീണം? എനിക്ക് ക്ഷീണം ആയിക്കൂടെ? അശോകന് ക്ഷീണാവാ മക്കളെ? അച്ഛന് ഭയങ്കര ക്ഷീണമൊന്ന്. ക്ഷീണോ? ഓ ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവുമല്ലോ. വയസ്സായി വരെയല്ലേ അച്ഛൻ. 5-6 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൻഷൻ മേടിക്കാനുള്ള മനുഷ്യനാണ്. ക്ഷീണമാണ് കിടക്കട്ടെന്ന് പറഞ്ഞ വയസ്സായ അച്ഛാ, വയസ്സായവരൊന്നും ഇന്നേ വരെ വയസ്സായെന്ന് സമ്മതിച്ചിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് കുഴപ്പമില്ല, കിടന്നു വെച്ചാ. ഒരു കാര്യം ചോദിക്കട്ടോ, ചായ ഇങ്ങോട്ട് കൊണ്ടുവരട്ടോ? വേണ്ട, ചായ വേണ്ട. ചായ കുടിച്ച് ഉറക്കം പോകും. ഉറക്കം പോകുന്ന? ഉറക്കം പോവല്ലേ വേണ്ടത്? ശല്യങ്ങള് എനിക്ക് മനസ്സിലായി. നീ മനഃപൂർവ്വം എന്നെ ശല്യം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒന്ന് ഇറങ്ങി പോവോ? ഓ മക്കളെ വാ. ഇത് എന്തോന്ന് അച്ഛ ഇത്? അച്ഛ എന്ത് ചായ വേണ്ടേ? കൊച്ചെ പോ, എനിക്ക് ചായ വേണ്ടത് പറഞ്ഞില്ലേ? വേണ്ടല്ലോ. ശരി, ഉറങ്ങിക്കോ. മനഃപൂർവ്വം എന്നെ ശല്യം ചെയ്യാനായിട്ട് വന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഉറങ്ങാണെങ്കിൽ എപ്പോ എണീക്കും പറ, അപ്പൊ വിളിക്കാൻ. പോയില്ലേ രണ്ടും? ഒരു കാര്യം വല്ലതും ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ചായ കുടിക്കാതെ കിടക്കല്ലേ? പാവത്തിന് ചായ വലിയ ഇഷ്ടമല്ലേ? അതുകൊണ്ട് ഒരു ചായ കൊണ്ട് തരാന്ന് വിചാരിച്ചപ്പോ നമ്മുടെ കുറ്റമായാ? ഇതെന്തോന്ന്? എനിക്കറിയാം, എനിക്ക് മനസ്സിലായി. മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഇതൊക്കെ, എന്നെ ശല്യം ചെയ്യാനായിട്ട്. പോ പോ, രണ്ടും പോ. എന്തിനു നമ്മളെന്തിനു മനഃപൂർവ്വം ചെയ്യണം? അച്ഛൻ വാ. നീ നിന്റെ അമ്മയെ വിളിച്ചിട്ട് പോടി. കിടന്നുറങ്ങിക്കോ മക്കള്. ചാച്ച കിടന്നുറങ്ങിക്കോ. ഉറങ്ങിക്കേ. ദൈവമേ, ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാം. എന്റെ പൊന്ന് തമ്പുരാനെ, നീ എനിക്കൊരു ഭാര്യയും 2 മക്കളെയും തന്നു. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഇനി ആർക്കും കൊടുക്കല്ലേ. അവരെങ്കിലും സന്തോഷമായിട്ട് നിന്ന് ഉറങ്ങിക്കോട്ട്. ഞാൻ പറഞ്ഞില്ല, ഞാനല്ലേ വിളിക്കുന്നത്. നീ ധൈര്യമായിട്ടിരിക്കും, ഞാൻ കൂടില്ലേ. എന്തോ പോലെയൊക്കെ തോന്നുന്നു. ഇല്ല, പ്രശ്നമാക്കാതെ അവിടെ അവരെന്ത് വിചാരിക്കും? അവരൊന്നും വിചാരിക്കത്തില്ല, നീ ധൈര്യമായിട്ടിരിക്കും. കുഴപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അല്ല, ഞാൻ നിന്റെ കൂടെ തന്നെ കാണും. അപ്പട്ടാ നിക്ക്. അണ്ണൻ പറയോ? അണ്ണൻ പറയോ? അതെ, മണിക്കുട്ടിയെടുത്തേ ഒന്ന് പറയാതെ പോകാന്ന് പറഞ്ഞാൽ ശരിയല്ല. അതുകൊണ്ട് അവളോടൊന്ന് പറയണം. എന്തെങ്കിലും വിചാരിക്കണ ശരിയാവില്ല. നമുക്കിത് വേണ്ടെണ്ണ. പറ്റത്തില്ല, ധൈര്യമായിട്ടിരിക്കുക, ഞാനല്ലേ കൂടെ. അത് പിന്നെ പിള്ളേരെന്ന് പറഞ്ഞാലേ എന്റെ വലം കൈ ഇടങ്ങിയ അവരോടും ഒന്ന് പറയണം. അവരെന്റെ കൂടെ കല്യാണ പ്രായമെത്തിയ പിള്ളേര്. വലിയ സാരമില്ല, അവരെന്റെ കൂടെ തന്നെ നിൽക്കും, എനിക്ക് ഉറപ്പാ. അപ്പൊ വാ. മണിക്കുട്ടാണെന്ന് എനിക്ക് വിശ്വാസമാണ്. അപ്പൊ നിനക്ക് എന്നെ വിശ്വാസമാണല്ലോ. അപ്പൊ ഞാൻ പറയുന്ന കേൾക്കണം. മണിക്കുട്ടാണ്, മണിക്കുട്ടാണ്, മണിക്കുട്ടാണ്. ചേച്ചി, എന്ത് ചേച്ചി ആരും ഒന്നും മിണ്ടാത്ത? ചിന്നു, ഞാൻ ചെയ്ത തെറ്റാണോ? അതെങ്കിലും ഒന്ന് പറ ചേച്ചി. എനിക്ക് എന്തോന്ന് പറയണമെന്ന് അറിഞ്ഞൂടാ. ഞാൻ അമ്മയുടെ അടുത്ത് പോലും പറഞ്ഞില്ല ചേച്ചി. എന്റെ അണ്ണനും അമ്മയും ഒക്കെ ഇപ്പൊ ചേച്ചിയാണ്. എന്തെങ്കിലും പറ, നിങ്ങൾ പറ. അമ്മ എന്തെങ്കിലും ഒന്ന് പറ അമ്മ. ചേട്ടാ, ഞാൻ എന്തോന്ന് പറയണം? ആരോടും പറയാതെ അവള് ഒന്നും ചെയ്യാൻ ഒരുക്കമല്ലെന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അണ്ണനൊന്നും പറയാം. ചിന്നു, ഞാനിപ്പോ റൂമിൽ കാണും. പിങ്കി, ഞാൻ മേലോട്ട് പോണേ, നീ വരുന്നാ? ഇല്ല ചേച്ചി പൊക്കോ. ഞാൻ വരുന്നടാ, ഞാൻ വരുന്നു. അപ്പച്ചിക്ക് അച്ഛനോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഇല്ല, നിന്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. എന്നാ വാ. പോട്ടെ. അവൾ എന്താടി മുഖത്ത് നോക്കാതെ പോയത്? എന്റെ അതെനിക്കെങ്ങനെ അറിയാം? നിങ്ങളിപ്പോ ഇവിടെ എന്തോന്ന് പറഞ്ഞോണ്ടിരുന്നേ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അല്ലേ? പറയാനൊന്നും പറഞ്ഞില്ല. അല്ല, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ
ചിന്നുവിന് എന്നോട് എന്തോ പറയാനുള്ളത് പോലെ എനിക്ക് തോന്നി. ചിന്നുവിന് ചേട്ടനോട് എന്തോ പറയാനുള്ളത് പോലെ ചേട്ടന് തോന്നിയതാണ്. തോന്നിയതോ? പറഞ്ഞൊന്നുമില്ല അല്ലേ? ഒന്നും പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ പോണേ നീ എവിടെ പോണു? മോളിലോട്ട്. എന്തിനിപ്പോ മുകളിൽ പോണു? എന്താ നീ മോളിലോട്ട് പൊക്കൂടെ? എടി ഞാനും വരടി. നീ എവിടെ പോണു? മോളില്. നീ ഇപ്പൊ എന്തിനു മുകളിൽ പോണു? ഞാൻ മോളിൽ എന്തിനു പോണെന്ന് കാര്യകാരണ സഹിതം നോട്ടീസ് അടിച്ച് തന്നിട്ട് പോവാം. വേണോ? മണി എവിടെ നിൽക്ക്? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ആ ഡൈനിങ് ടേബിളിൽ ചിന്നുവിന്റെയും മണിക്കുട്ടന്റെയും ബാഗ് ഒരുമിച്ചിരിക്കുന്നുണ്ട്. ആ ബാഗ് അവിടെ ഇരിക്കുന്നത് കൊണ്ട് ചേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ ബാഗ് എടുത്ത് തലയിൽ വെച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തേരാ പറ നടന്നോ.